ഉദ്ഘാടനത്തിന് സജ്ജമായി നവീകരിച്ച ചേർത്തല താലൂക്ക് ആശുപത്രി കിഫ്ബിയിലൂടെ 84 കോടി 98 ലക്ഷം രൂപ ചെലവിട്ടാണ് ആശുപത്രി സജ്ജീകരിച്ചത്. നിരവധി പദ്ധതികളാണ് ചേർത്തല മണ്ഡലത്തിൽ കിഫ്ബി വഴി ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് കണ്ടുവരാം. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുക, ഇതെല്ലാം സെക്കൻഡറി അഗ്രികൾച്ചറിന്റെ ഭാഗമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾക്കകത്ത് ഒരു മുന്നൊരുക്കം കേരളത്തിൽ അത് നടത്താൻ കഴിഞ്ഞത് കിഫ്ബിയുടെ ഇടപെടലോടുകൂടി കണ്ണാറയിൽ ഉയർന്നു വരുന്ന ബനാന ഹണി പാർക്കാണ്. പരാധീനതകളുടെ നടുവിൽ കിടന്ന് വലയുകയായിരുന്നു ചേർത്തലയിലെ താലൂക്ക് ആശുപത്രി. 84 കോടി രൂപ മുടക്കി ചേർത്തലയിൽ താലൂക്ക് ആശുപത്രി ഇപ്പോൾ സജ്ജമായിരിക്കുന്നത്. കിഫ്ബിയിലൂടെയാണ് ഏതാണ്ട് 23 കോടി 60 ലക്ഷത്തോളം രൂപ മുടക്കി ഒറ്റമശ്ശേരിയുടെ തീരപ്രദേശം ടെട്രാപോഡുകൾ നിരത്തി സംരക്ഷണത്തിന്റെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ചേർത്തലയിലെ സെന്റ് മേരീസ് പാലവും നെടുമ്പ്രക്കാട് വിളക്കുമരം പാലവുമെല്ലാം ഇതേ ഗണത്തിൽ ഉൾപ്പെടുന്നവയാണ്. കോടികളാണ് അതിനായിട്ടെല്ലാം മുടക്കിയത്. ചേർത്തലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ റോഡും പാലവും കാലങ്ങളായി ആവശ്യമായി ആഗ്രഹമായി നിന്നിരുന്നത് വയലാർ കവല ഇൻഫോ പാർക്ക് പാലവും റോഡും ആയിരുന്നു. 94.5 കോടി രൂപ 2 ആഴ്ചയ്ക്ക് മുമ്പ് കിഫ്ബിയിലൂടെ ഭരണാനുമതിയായി എന്നുള്ളത് മറ്റൊരു സന്തോഷകരമായ കാര്യമാണ്. ചേർത്തലയിലെ നിരവധിയായ സ്കൂളുകൾക്ക് കിഫ്ബിയുടെ ധനസഹായം ലഭിച്ചിട്ടുണ്ട്. ഒരു സ്കൂളിന്റെ കാര്യം മാത്രം നിങ്ങൾ കേൾക്കൂ. ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 6 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ മുടക്കിയിട്ട് ആ സ്കൂളിന് കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത്. ചേർത്തല മുട്ടം ബസാർ വയലാർ എട്ടുപുരക്കൽ റോഡ് ഇതേപോലെ ഞങ്ങളുടെ ഒരു സ്വപ്ന പരിപാടിയാണ് അത്. സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി ഇതിനോടകം 10 കോടി രൂപ കിഫ്ബി അനുവദിച്ചു കഴിഞ്ഞു. ചേർത്തല ഇരുമ്പ് പാലം 20 കോടിക്ക് മുകളിൽ അതിനും അനുവദിച്ചു കഴിഞ്ഞു. ചേർത്തലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ സംഭാവന നൽകിയ ഒരു സ്ഥാപനമായിട്ടാണ് ഞങ്ങൾ കിഫ്ബിയെ കാണുന്നത്.